നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത് SUV സ്റ്റാൻഡ്സ് ഉള്ള വാഹനങ്ങൾക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോഡുകളുടെ ഒരു സാഹചര്യമാണ്. എസ്പെഷ്യലി കേരളത്തിലെ റോഡുകളൊക്കെ വളരെ മോശമാണ്. നല്ല റോഡുകൾ ഇല്ല എന്നുള്ളതല്ല, എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ സാഹചര്യത്തിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രീമിയം ആയിട്ടുള്ള ഒരുപാട് സെഡാൻ വാഹനങ്ങളുണ്ട്. സെഡാന് താരതമ്യേന ഇപ്പോൾ ആവശ്യക്കാരില്ല. അപ്പോൾ സെഡാൻ കാറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കംഫർട്ടാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വാഹനത്തിൽ കയറാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 6 ഫീറ്റ് ഹൈറ്റുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തന്നേ ബുദ്ധിമുട്ടാണ്. കാരണം ബാക്ക് സീറ്റിലൊക്കെ കയറിയിട്ട് ഒന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം വണ്ണമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെയല്ല SUV വാഹനങ്ങൾ. SUV വാഹനങ്ങളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞാലും വൺസ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരു സീറ്റിംഗ് പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ കഴിയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ടോൾ ബോയ് ഹാച്ച് ബാക്ക് വാഹനങ്ങളൊക്കെ ആളുകൾ വാങ്ങുന്നത്, വാഗണാർ പോലെയുള്ള വാഹനങ്ങൾ, ഇപ്പോൾ അല്ല അതിന് മുമ്പുണ്ടായിരുന്ന സാൻഡ്രോ സിംഗ് ഒക്കെ, അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നല്ല നിവർന്ന് നമുക്കിരിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു സീറ്റിംഗ് കംഫർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താരതമ്യേന ആവശ്യക്കാരില്ലാത്തൊരു സെഗ്മെൻ്റ് ആയിട്ടുള്ള സെഡാൻ സെഗ്മെൻറ്റ്, കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റ് മുതൽ പ്രീമിയം സെഡാൻ സെഗ്മെൻറ്റ് വരെയുണ്ട്. അപ്പോൾ സെഡാൻ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളെ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. 2025 ജൂലൈ മാസത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാഹനം ടൊയോട്ടയുടെ ക്യാമറിയാണ്. പ്രീമിയം സെഡാൻ വാഹനമാണ്. 161 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 48,50,000 മുതൽ 49 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട USP ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം ഓൾമോസ്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് തന്നെ പറയാം. സിയാസ് ആണ്. മാരുതി സുസുക്കിയുടെ സിയാസ് 173 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 9,42,000 മുതൽ 12,47,000 വരെയാണ്. കഴിഞ്ഞ മാസം 5ാം സ്ഥാനത്തായിരുന്നു ഈ ഒരു പട്ടിക, അല്ലെങ്കിൽ ടോപ്പ് 10 സെഡാൻ എടുത്തപ്പോഴത്തേക്കും 2025 ജൂൺ മാസം 5ാം സ്ഥാനത്തായിരുന്ന സിയാസ് ഇപ്പോൾ ഒറ്റയടിക്ക് സെയിൽ കുറഞ്ഞ് 9ാമത്തെ സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ്. 8ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹോണ്ടയുടെ പ്രീമിയം ആയിട്ടുള്ളൊരു സെഡാനാണ്, ഹോണ്ട സിറ്റി. 646 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ട്രോങ് ഹൈബ്രിഡ് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 19 ലക്ഷം രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഈ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ പ്രൈസ്. പക്ഷേ നമ്മൾ IV ടെക് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ ഒരു റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 12,42,000 മുതൽ 16,69,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 7ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യുണ്ടായുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സെഡാൻ വാഹനമാണ്. സെഡാൻ വാഹനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. 826 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം ഹ്യുണ്ടായി വേർണയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. കഴിഞ്ഞ മാസം 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. വലിയ ചേഞ്ചുകളൊന്നുമില്ല. 11,07,000 മുതൽ 17,55,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 6ാമത്തെ സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പരീക്ഷണ വസ്തുവായിരുന്ന ഒരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിപ്ട്രോൺ ടെക്നോളജിയിലൂടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ളൊരു തീരുമാനം വന്നപ്പോൾ ഈ ടെക്നോളജി, ഇലക്ട്രിക് ടെക്നോളജി അപ്ലൈ ചെയ്തൊരു വാഹനം ടിഗോറാണ്. അപ്പോൾ 6ാമത്തെ സ്ഥാനത്ത് ടിഗോറാണ് വന്നിട്ടുള്ളത്. കോമ്പാക്ട് സെഡാനാണ്. 968 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. CNGയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. CNGയിൽ അവൈലബിൾ ആവുകയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ടുള്ള AMT അവൈലബിൾ ആകുന്ന ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മോഡൽ എന്ന് പറയുന്നത് ടിഗോറാണ്. കഴിഞ്ഞ മാസം 8ാമത്തെ സ്ഥാനത്തായിരുന്നു. ഈ മാസം സെയിൽ കൂടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് 6ാം സ്ഥാനത്തേക്ക് ഈ വാഹനത്തെ കൊണ്ടെത്തിക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. 6 ലക്ഷം മുതൽ 9,45,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 5ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്കോഡയുടെ സ്ലാവിയാണ്. 1,168 യൂണിറ്റുകളാണ് 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 ലിറ്റർ ടർബോ പെട്രോൾ അവൈലബിൾ ആണ്. 1.5 ലിറ്റർ ടർബോ പെട്രോളിനും അവൈലബിൾ ആണ്. 10,49,000 മുതൽ 18,39,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 4ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വാഹനം മികച്ച ഒരു വാഹനമാണ്.
ഫോക്സ് വാഗൻ്റെ വെർച്ചസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടസിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വാഹനമാണ്, നല്ല പ്രീമിയം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മികച്ച മൈലേജും ഈ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ്. 11,56,000 മുതൽ 19,40,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2025 ജൂലൈ മാസം 1,797 യൂണിറ്റുകൾ അവർക്ക് മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്ഥാനത്തുള്ളൊരു വാഹനം ഹോണ്ട അമേസ് ആണ്. കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ ഡീസൽ വാഹനം ഉണ്ടായിരുന്ന സമയത്ത്, ID ടെക് ഡീസൽ ഉണ്ടായിരുന്ന സമയത്ത് 25-26 കിലോമീറ്ററൊക്കെ നല്ല രീതിക്ക് ഓടിച്ചാൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമായിരുന്നു ഹോണ്ടയുടെ അമേസ്. ഇപ്പോൾ പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1,20,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അത് ഡീസൽ എഞ്ചിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഡീസൽ ഇല്ല എന്നുള്ളത് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2025 ജൂലൈ മാസം 2,009 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 8,19,000 മുതൽ 11,29,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി രണ്ടാം സ്ഥാനത്ത് ഹ്യുണ്ടായുടെ ഓറയാണ് വന്നിട്ടുള്ളത്. 4,636 യൂണിറ്റുകൾ 2025 ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണയും ഈ വാഹനം സെക്കൻഡ് പൊസിഷനിലായിരുന്നു, ഈ തവണയും രണ്ടാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. 6,54,000 മുതൽ 9,11,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. യാതൊരുവിധ ആകാംക്ഷയും വേണ്ട, മാരുതി സുസുക്കി ഡിസയർ ആണ് ഒന്നാം സ്ഥാനത്ത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ സെയിലുള്ള സെഡാൻ വാഹനം, കോമ്പാക്ട് സെഡാൻ വാഹനം, അല്ലെങ്കിൽ സെഡാൻ എന്ന് പറയുന്ന കാറ്റഗറി മൊത്തത്തിലെടുത്താൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്നുണ്ട്. 2025 ജൂലൈ മാസം മാരുതി സുസുക്കി ഡിസയർ ടോട്ടൽ വിറ്റത് 20,895 യൂണിറ്റുകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ക്യാമറി 161 യൂണിറ്റാണ്, സിയാസ് 173 യൂണിറ്റ്, ഹോണ്ട സിറ്റി 646 യൂണിറ്റ്, വേർണ 826 യൂണിറ്റ്, ടിഗോർ ആണെന്നുണ്ടെങ്കിൽ 968 യൂണിറ്റ്, സ്ലാവിയ 1,168 യൂണിറ്റ്, വെർച്ചസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,797 യൂണിറ്റ്. അതുമാത്രമല്ല അമേസിലേക്ക് വന്നപ്പോഴത്തേക്കും 2,009 യൂണിറ്റ്, ഓറയിലേക്ക് വന്നപ്പോഴത്തേക്കും 4,636 യൂണിറ്റ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഡിസയറിൻ്റെ സെയിലിൻ്റെ അടുത്തെത്തുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് CNG ഓപ്ഷനുണ്ട്. അത് വളരെയധികം ഇതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സെയിൽ നമ്പർ ടാക്സി പർപ്പസിന് ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 6,84,000 മുതൽ 10,19,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.